അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ക്രിസ്റ്റീന. തൃശ്ശൂരിൽ നിന്നാണ് വരണേ. അരിമ്പൂർ പള്ളിയടവകാങ്കാണ്. ഞാനിങ്ങനെ കുറച്ച് നാൾ മുൻപ് ഈ ആലയത്തിനെ പറ്റി കേട്ടു. ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്ക് അറിയൊന്നുമില്ല, ഒരു കൊച്ചെന്നെ കൊണ്ടാക്കി. അങ്ങനെ ഞാനിവിടെ വന്ന് ഇവിടുത്തെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പേരൊക്കെ കൊടുത്തു. പക്ഷേ എനിക്ക് അന്ന് അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. മമ്മി തനിച്ചാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വേഗം പോകണം എന്നുള്ള കണ്ടീഷനിലായിരുന്നു വന്നത്. പക്ഷേ അച്ഛൻ ബ്ലസ് ചെയ്തപ്പോൾ പേര് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛനെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനും അതിന് ശേഷം നല്ലൊരു കുമ്പസാരം നടത്താനും പറ്റി. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സൗഖ്യം തന്നിട്ടാണ് എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. എനിക്ക് കഴുത്തിന് ഭയങ്കര കഴപ്പും വേദനയായിരുന്നു, ഷോൾഡറിന് ഭയങ്കര വേദനയുണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു, നട്ടൽ വേദന ഉണ്ടായിരുന്നു, തണ്ടൽ വേദന ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ വേദനകളാണ് വിട്ടുപോയെന്ന് എനിക്ക് മുഴുവൻ പറയാൻ തന്നെ പറ്റണില്ല. കാരണം ഞാനിവിടെ എങ്ങനെ ഇരുന്നിരുന്നായിരുന്നു എനിക്കെന്നെ അറിയില്ല. കാരണം കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം കൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ശരീരാസ്വസ്ഥത കൊണ്ട് ഒക്കെ അത്രയും പ്രയാസപ്പെട്ടാണ് ഞാൻ അന്ന് ഇവിടെ ഇരിക്കേണ്ടായിരുന്നത്. അന്നല്ല, എനിക്ക് എൻ്റെ വീട്ടിലെ പണി ചെയ്യാൻ പോലും എനിക്ക് ഈ അസുഖങ്ങളെ കൊണ്ടൊന്നും എനിക്കത്ര പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അത്രയും അധികം സൗഖ്യവും ഒക്കെ തന്നിട്ടാണ് എൻ്റെ ഈശ്വരനെ വിട്ടത്. അതിനുശേഷം അച്ഛൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. ഇന്ന് വന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലത്തെ സിസ്റ്ററെ കണ്ടപ്പോൾ പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു, മോളുടെ ഇത് സാക്ഷ്യം റെക്കോർഡായിട്ടില്ല, ഒരു പ്രാവശ്യം കൂടിയും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമേ, ഞാനിതിപ്പോൾ എങ്ങനെ പറയാമെന്നറിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഒരൊറ്റയടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ പറയാം, കാരണം എൻ്റെ മനസ്സിൽ ഇതാണ് ഓടി വന്നത്. ഈശോ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസ്തയല്ലെങ്കിലും വിശ്വസ്തനാണ്. എൻ്റെ ഈശോനെ ഞാൻ എവിടെ ഏറ്റുപറഞ്ഞാലും എൻ്റെ ഈശോ പിതാവിൻ്റെ മുന്നിൽ ഏറ്റുപറയുന്നൊരു വാക്ക് തന്നുണ്ട്, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. യേശു നന്ദി. വീട്ടിൽ പോയിട്ട് എല്ലാ പണികളും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിലാണ് കുടുംബസമ്മേളനം ഉണ്ടായിരുന്നത്. ഏകദേശം 70ഓളം പേര് വരുന്നതായിരുന്നു. മുറ്റൊക്കെ വയ്യായിക കാരണം വല്ലപ്പോഴും നടിച്ച് വല്ലപ്പോഴും പുല്ല് പറിച്ച് അങ്ങനെയായിരുന്നു. എൻ്റെ വീട് ഞാൻ തന്നെ പുല്ല് പറിച്ച് ചെത്തി ഒരുക്കി എന്നെ കൊണ്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ഭംഗിയൊക്കെ ചെയ്യാനായിട്ട്, എല്ലാ പണിയും ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. യേശു നന്ദി, യേശു സ്തോത്രം.